ആഹാ കെട്ടിയോളെ, ഗുഡ് മോർണിംഗ് കണ്ടടി. ഇച്ചാനെണീറ്റോ? വാ ചായ കുടിക്കാം. എന്നാടി നല്ല ഹാപ്പി മൂഡാണല്ലോ എന്റെ കെട്ടിയോള്, എന്നതാ കാര്യം? അത് പിന്നെ ഇച്ചാൻ എടുത്ത് ചോദിക്കണോ? ഈ വീടും സ്ഥലവും എനിക്ക് എന്തേരം പ്രിയപ്പെട്ടതാണെന്ന് ഇച്ചാൻ അറിയത്തില്ലേ? ഇച്ചാന്റെ കയ്യും പിടിച്ച് ഞാൻ ആദ്യം കേറി വന്നത് ഈ വീട്ടിലോട്ടല്ലേ. കേറി വന്നെന്നോ? ഓടി കേറി വന്നെന്ന് പറയടി. അന്നത്തെ എന്റെ ടെൻഷൻ എനിക്കേ അറിയത്തുള്ളൂ. അതിപ്പോ എന്റെ അപ്പന്റെ അടുത്തുനിന്ന് എന്നെ അടിച്ചോണ്ട് പോരുമ്പോ നിങ്ങൾ പേടിച്ച പോരെ, ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലല്ലേ, നീ പറഞ്ഞ ശരിയാടി. ഈ വീടിനെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. നമ്മുടെ രണ്ട് വലിയ സന്തോഷങ്ങള് ലാൻഡ് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ. അത് പറഞ്ഞപ്പോഴേ ചായ ഓർത്തെ, അവന്മാരുടെ രണ്ടുപേരുടെയും മാമോസ് നടത്തിയത് ഇവിടുത്തെ പള്ളി വെച്ചല്ലേ. അതുകൊണ്ട് അവരുടെ മിന്നിട്ട് ഇവിടുത്തെ പള്ളി വെച്ച് തന്നെ നടത്തിയാൽ മതി. എടി, ആദ്യം അവന്മാർ 4 ആളെ വിളിച്ചു കൂട്ടി കല്യാണം നടത്താനുള്ള അവസരം തരുമെന്ന് നോക്കട്ടെ, എന്നിട്ട് പോരെ. ഒന്ന് പോയി ചായ, അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല. കർത്താവിനറിയാം. എന്നതാണ് രാവിലെ തന്നെ മിസ്റ്റർ ആൻഡ് മിസസ് ജിനി ആൻഡ് ജൂൺ ചർച്ച ചെയ്യുന്നത്? നീ എണീറ്റോ? വാ ഇരിക്കടാ ഇവിടെ. ഞങ്ങള് വേറെ ആരുടെ കാര്യം പറയാനാടാ? നിങ്ങളുടെയൊക്കെ തന്നെയാ. നിങ്ങളെ കെട്ടിച്ചു വിടുന്ന കാര്യം പറയുമായിരുന്നു. ഓ, ഉടനെ വേണമെന്നില്ലായിരുന്നു അച്ചാജി. പിന്നെ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കാം. ചേച്ചി വിശക്കാൻ തുടങ്ങിട്ടോ? നീയൊക്കെ ഇതും ചോദിച്ചോണ്ട് എണീറ്റ് വരുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നടാ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനെടുത്ത് കഴിച്ചോണം. അളിയാ, ഇന്നെന്നാ പരിപാടി? ഇന്ന് തോട്ടം വരെ പോകണം, പിന്നെ ഫാക്ടറിയിലും കുറച്ചായില്ല പോയിട്ട്. നീ കഴിച്ചിട്ടൊന്ന് പെട്ടെന്ന് റെഡിയാവും, നമുക്ക് ഒന്നിച്ചു പോകാം. ഇപ്പൊ വരാം, ഇതൊന്ന് തീർത്തോട്ടെ. നട്ടുച്ചേ 2 എണ്ണം ഇതുവരെ എണീറ്റിട്ടില്ല. ഞാൻ നിർത്തി. ഇന്നലത്തെ സീരിയൽ ഒന്നും കണ്ടില്ല. മമ്മി പോയി TV കണ്ടോ, ബാക്കി ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെല്ല്. മാളിയേക്കൽ ജൂണിന്റെ ഭാര്യ ജിനിക്കുട്ടി ഉണ്ടോ ഇവിടെ? ഞാൻ ഇവിടെ ഉണ്ടടാ ചെറുക്ക. അമ്മിക്കുട്ടിയെ, വിശപ്പ് വിളി തുടങ്ങിട്ടോ. ഓ ആണോ? എന്നാ പറഞ്ഞേരേ, മാറി നിന്ന് പോയി മിണ്ടാതിരുന്നോളെ. ഒരെടുത്ത് കഴിച്ചോന്നോ. ഞാൻ എന്നാണേലും ഇപ്പൊ ഇവിടെ നിന്ന് എണീക്കത്തില്ല. കുക്കിമോളെ, ഒന്ന് വാടി, ഈച്ചാന് കാപ്പി എടുത്ത് വാടി. വാ. അയ്യ, ഇപ്പൊ കുക്കിമോളല്ലേ, തന്നെ അങ്ങ് എടുത്ത് കഴിച്ചാ മതി, കൊഞ്ചിക്കണ്ട. എടി, ഇപ്പൊ മാത്രല്ലടി, നീ എന്നോ ഈ ഈച്ചാന്റെ കുക്കിമോളല്ലേ. ഒന്ന് വാട എണീറ്റ് വാ. ഓ, സമ്മതിക്ക് വേല. വാ. അങ്ങനെ എന്റെ ചക്കര മൂള് നടക്ക്. ചക്കരയും പഞ്ചാരയൊന്നുമില്ല. എത്ര ഏജായ? ഇടയ്ക്ക് ഇറങ്ങി വന്ന് വല്ലോ ഒന്ന് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങിക്കൂടായിരുന്നോ? അയ്യ, എന്നെ പറഞ്ഞാലും അങ്ങ് ചിരിച്ചോണം കേട്ടോ. പിന്നെ ഒന്നും പറയത്തില്ലല്ലോ. അങ്ങനെ മാറിക്കേ, ഞാൻ വല്ലതും ചെയ്യട്ടെ. ഒന്നുമില്ലടി എന്റെ കഴുതേ, നീ ചെയ്തോ. ഞാൻ എന്റെ കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ അങ്ങ് ചുമ്മാ നിന്നോളാം. ചുമ്മാ നിൽക്കൂല്ലേ? ചുമ്മാ നിന്നിട്ട് ഇങ്ങനെ
പയ്യെ കാറാതടി, മമ്മി കേൾക്കും. എന്നാ കഴിച്ചേ. എങ്ങനെയുണ്ട് ചേ? കൊള്ളാം. കെവിൻ ജോണിന്റെ കെട്ടിയോളാകാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. ഓ, വരവ് വെച്ചിരിക്കുന്നു. അളിയാ, ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒത്തിരി ആയല്ലേ? ആടാ, പിന്നെ ആ റോയി ഉണ്ടല്ലോ, അവൻ അത്യാവശ്യം മാനേജ് ചെയ്തോളും. നീ വാ, നമുക്ക് ആ തോട്ടത്തിലും കൂടെ ഒന്ന് കയറിയിട്ട് പോവാം. വാവ് ചായ, ഇത് മുഴുവൻ നമ്മുടെയാണോ? ആടാ, ദേ ആ കാണുന്ന കുന്നിൻ ചെരുവില്ലേ, അവിടം വരെ നമ്മുടെ തോട്ടം. അളിയാ, ഇച്ചായ പറയടാ, ഒരു കല്യാണം കഴിക്കുന്നതിൽ ഇച്ചായന്റെ അഭിപ്രായം എന്താ? അതെന്താ അളിയാ അങ്ങനെ നോക്കുന്നേ? ചോദ്യം മനസ്സിലായില്ലേ? ചോദ്യമൊക്കെ മനസ്സിലായി, ബട്ട് അത് പറയുന്നത് നീ തന്നെയാണോ എന്ന് നോക്കിയതാ. എന്താ മോന്റെ ഉദ്ദേശം? അല്ല ചായ, എന്തായാലും ഞാൻ ഈ വർഷം പാസ്സാവട്ടോ. പിന്നെ ഇനിയും പഠിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ഞാൻ എന്തായാലും ഇച്ചാന്റെ കൂടെ കമ്പനി കയറാം. അപ്പൊ പിന്നെ ഒരു കെട്ടൊക്കെ അങ്ങ് കഴിച്ച് അങ്ങ് സെറ്റിൽ ചെയ്താ ചേച്ചിക്ക് വീട്ടിൽ കമ്പനിക്ക് ആളായില്ലേ? എടാ അലവലാതി, നീ വാല് പൊക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഈ ട്രാക്ക് എങ്ങോട്ടാണെന്ന്. എന്താടാ, വെല്ലോപ്പിച്ചോ നീ? എന്ത്? ഞാനോ? നോ, നെവർ. നീ ആയിട്ട് പറയുന്നോ അതോ ഞാൻ നിന്റെ ചേച്ചിയോട് പറയുന്നോ? അളിയാ പ്ലീസ്, ചേച്ചിയോട് പറയുന്നതിലും ഭേദം ഈ കൊക്കേന്ന് എന്നെ അങ്ങ് തല്ലി താഴെയിടുന്നതാ. അതാവുമ്പോ ഒറ്റയടിക്ക് ചാകാലോ. അപ്പൊ കാര്യം സീരിയസാ. അപ്പൊ വള്ളി പുള്ളി തെറ്റാതെ മോൻ പറഞ്ഞേട്ടെ. ഇച്ചായ, എത്ര നേരായി നോക്കിയിരിക്കുന്നെ? ഒന്ന് അനങ്ങി വാടേ. ചേടാ, വരുന്നടാ ഉവേ. ഈ ഷൂ ഒന്ന് കിട്ടുമായിരുന്നു. മക്കളെ, മഴക്കാറുണ്ടടാ, കളിക്കണോ? വെറുതെ പണി ഉണ്ടാക്കി വെക്കണ്ട. ഒരു കുഴപ്പമില്ല ചേച്ചി, ഇതൊക്കെ ഇനി എന്നാ? ഇനി ഇറങ്ങ്. ഒന്ന് വായിച്ചായ, ഇന്ന് വർത്താനം പറഞ്ഞോണ്ടിരുന്ന സമയം പോവും. നീ ഇത് എന്ത് ഭാവിച്ചാടി? അവന്മാരുടെ കൂടെ കൂടി നടുവ് വെട്ടിക്കിടന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത് കേട്ടോ. ഓ, എന്നാണേലും ഇച്ചായനേക്കാളും സ്ട്രോങ് ഞാൻ തന്നെയാ. എന്തേ, ഒരു കൈ നോക്കുന്നോ? ഒന്നല്ല, 1.5 കൈ നോക്കാം. എന്നാ ബാ. പൊട്ടെ, ഇന്നാ ചേച്ചി പിടിച്ചോ, തട്ടിക്കോ. ഇന്നാ പിടിച്ചോ. ചിമ്മി തട്ടടാ. നിനക്കാ മോളെ, കുക്കി തട്ടടി. അച്ചാച്ചി, സൂപ്പർ സൂപ്പർ. ഇങ്ങോട്ട് വാടാ മക്കളെ, പൊളിച്ചതാ. അച്ചാച്ചി, എന്റെ ചിനി മമ്മി നിന്ന് ഡാൻസ് കളിക്കാതെ ദേ അവരവിടെ കേറി നിൽക്കുക. ഇന്നാ മമ്മി പിടിച്ചോ. ഇത് ഞാൻ എടുക്കുക. അയ്യോ, മമ്മി വീണടാ. ബാ മമ്മി കുട്ടിയെ, വല്ലതും പറ്റിയോ? വീണതല്ലടാ, ജസ്റ്റ് ഈ പുല്ലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാ. അതെ, വീണത് അച്ചാച്ചി കണ്ടിട്ടില്ല. പയ്യെ എണീറ്റോ. പൊന്നുമോനെ, ഇത് നമ്മൾ അറിഞ്ഞാ മതി കേട്ടോ. എന്റെ അപ്പനോട് പറയൂ. മഴ കൂടി വരുവാ, കേറിക്കല്ല, വല്ല പനിയും പിടിക്കും. മതി. ദേ ചേച്ചി, ഇപ്പൊ കേറാം. എടി ഇങ്ങോട്ട് നോക്ക്. ഇതുപോലെ ഇട്ടാ മതി.
ഇതൊക്കെ എന്ത് സിമ്പിൾ. ഇപ്പൊ ഇടാം ഞാൻ. ഇത് ഇങ്ങനെ. അയ്യോ ഇടില്ലേ? ഡി കഴുതേ, ആ ബോൾ എടുത്തിട്ട് വാ. ഈ ബീച്ചായ കാണിച്ചു തരാം ഇതൊക്കെ എങ്ങനെയാന്ന്. കണ്ടാ മതി. താങ്ക് യു. ഞാൻ ഇതിന്ന് ഇട്ടിട്ടേ കാര്യമുള്ളൂ. ആഹാ. ഡി കഴുതേ, മതിയാക്ക്. നല്ല മഴയാ. മമ്മി കണ്ടാ പിന്നെ വഴക്കു പറയും. ഇല്ല ചായ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. വീണു, ബോള് വീണു, ബോള് വീണു. ഈ ചായ, ഈ ചായ, ചിവി ചായ, ഇങ്ങോട്ട് നോക്കിക്കേ, ബോള് വീണു. നോക്ക്. എന്തോന്ന്? നീ കണ്ടോടാ? ഇല്ലടാ, ഞാൻ കണ്ടില്ല. നിങ്ങൾ രണ്ടുപേരും തിരിഞ്ഞിരുന്നില്ലേ? അപ്പൊ വീണതാ. ആ ശരി, വിശ്വസിച്ചു. നീ കേറി വാടി. ഒരു മിനിറ്റ്, നിങ്ങൾ പോവല്ലേ? ഒന്നുകൂടെ എറിയ ഞാൻ. പോവല്ലേ നിങ്ങള്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എന്റെ പുണ്യാളാ, മിന്നിച്ചേക്കണേ. വീണു കണ്ടോടാ ചായന്മാരെ, ഞാൻ പറഞ്ഞില്ലേ വീണെന്ന്. ആ മതിടി, കണ്ടു. നീ കേറി വാ. പതുക്കെ പിടിക്കണ ചെറുക്ക, വേദനിക്കുന്നു. ഓ, ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ വയസ്സാം കാലത്ത് പന്തിന്റെ പുറകെ ഓടാൻ? ഓടാ പറ്റി, വയസ്സായത് നിന്റെ അപ്പനെ. ആ ബെസ്റ്റ്. സ്വന്തം തന്തയ്ക്ക് തന്നെ വിളിക്കുന്ന ആളെ ഞാൻ ആദ്യമായിട്ട് കാണുക. മിണ്ടാതെ അടങ്ങിയിരുന്നോളോ, ഇല്ലല്ലേ ഞാൻ ഇപ്പൊ അളിയനോട് പറയും. ചേച്ചിയുടെ കാൽ വിളിക്കുക അവര്. മോനെ ചതിക്കല്ലേടാ, ഈ ചാൻ അറിഞ്ഞാലേ എന്റെ മാനം പോവും. ആ എന്നാ മിണ്ടാതിരിക്കവിടെ. ഡാ, ആരെങ്കിലും പോയി ആ വാതിലൊന്ന് തുറക്കടാ. ആ ഞാൻ പോവാ ചാച്ചി. ഇതാരാ ഈ സമയത്ത്?